ഉമ്മാൻ്റെ ഇടത്തെ പാർട്ട് 2 ആണ്. ഇത് ഉമ്മാൻ്റെ കൃഷിയാണ് കേട്ടോ. നമുക്ക് ഇന്ന് കുറച്ച് പയർ കിട്ടുമെന്ന് നോക്കല്ലേ ജുജുവോ. അപ്പം ഞാൻ ഇത് ഇന്നലെ പറിക്കേണ്ടതായിരുന്നു. അപ്പം നമ്മളിപ്പാനെ ആസ്പത്രിയിലല്ലേ, അവിടേക്ക് പോയത് കാരണം പറിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ മൂത്തു. ഇത് വിത്തിനെടുത്തേക്ക് മൂക്കാത്തത് നമുക്ക് ഉപ്പേരിയാക്കാൻ പറിക്കുക. ഇത് ഏത് അത് നോക്കട്ടെ. അത് പറ്റാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ. അത് പറ്റും. അപ്പോൾ അത് പയർ പറിക്കുമ്പോൾ എങ്ങനെ ആക്കണം? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം. അതിൽ പൂവിനും ഇതൊക്കെ അടുത്ത് ഉണ്ടാകണ്ടേ, നാളെ അത് വരും. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ പറിച്ച്. മനസ്സിലായോ? ഇത് മൂത്തു. ഇത് നമുക്ക് വിത്തിനെടുത്തേക്കാം. ഇത് നാളെയല്ല മറ്റന്നാൾക്ക് ആവും. ഇതൊക്കെ വിത്തിനായി. കാരണം എന്താ, ഇന്നലെ പറിക്കേണ്ട പയറായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് പറിക്കൽ. മനസ്സിലായോ? അപ്പോൾ ഇത് എങ്ങനത്തെ പയറാന്ന് പറഞ്ഞാൽ ഇതിൽ രാസവളം ഇട്ടിട്ടില്ല, ജൈവവളമാണ്. ജൈവവളം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് ആട്ടുംകാട്ടം കോഴിൻ്റെ കാട്ടൊക്കെയാണ് ഇട്ടിക്കണത്. മനസ്സിലായോ? ഇതൊക്കെ വിത്തായി. ഇതൊക്കെ മൂത്ത് വിത്തിന് നിർത്തിയതാണ്. നമുക്ക് അടുത്തത് അത് ഇനി ഉണക്കണം. വെയിലത്തിട്ട് ഉണക്കിയിട്ട് അയച്ച് നമുക്ക് നട്ടുണ്ടാക്കണം. ഇതൊക്കെ വിത്തായി. ഇത് വിത്തായിട്ടില്ല. നമുക്ക് പറിക്കാം. അപ്പോൾ ഇത് വളമില്ലാത്ത പയറാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലോണം മൂത്തിക്കണം. കപ്പാട വിത്തിന് വേണ്ട. ഇത് വിത്തയക്കണം. തൊലി ഇതാവും. ഇതാണ് കേട്ടോ അങ്ങോട്ട് പോവാലെ വയ്യേ. ഇതാൻ്റെ ഉമ്മാൻ്റെ കൂടി ഈ കൂടെയാണ് പോകണത്. പിന്നെ ഇതൊക്കെ നമ്മൾ വിത്തിനെടുത്തേക്കാൻ എടുത്തു വെച്ചാൽ അപ്പോൾ ഇത് വൈറ്റ് കളറില്ലേ. ഇതിഞ്ഞ് പറിച്ചിട്ട് ഇത് ഉണക്കണം. ഇത് വെയിലത്തിട്ട് ഉണക്കിയതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും നടാം. ഇതൊക്കെ ഇതാണ്. മനസ്സിലായോ? ഉണക്കിയത് കളറ് കണ്ടാൽ അതൊക്കെ നല്ലോണം ഉണങ്ങി. ഇതൊന്നിപ്പോൾ ഉണക്കേണ്ട ആവശ്യമല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം ഉണങ്ങി. പിന്നെ ഇതാ ഇത് നമുക്കൊന്ന് വെയിലത്തിട്ട് ഒന്നുകൂടി ഉണക്കണം. ഇത് ഒന്നുകൂടി ശരിക്കും മൂക്കണം. ഇതിപ്പോൾ പെരി വെക്കേണ്ട പ്രായമല്ല, ശരിക്കും മൂത്തിട്ടില്ല. അപ്പോൾ നാളേക്ക് മറ്റന്നാൾക്ക് അത് വിത്തായിട്ട് മാറും. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ ഉപ്പേരിക്ക് പറ്റിയതാണ്. നമ്മളെ കാറുണ്ട്. ഇത് നടുതല കഴിഞ്ഞിട്ട് വിത്തായി. ഇത് അപ്പോൾ അതിങ്ങനെ വെച്ചേക്കാണ്. ഇത് വള്ളി അയക്കണം. ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് ചേമ്പിൻ്റെ വിത്ത് കുഴിച്ചിട്ടതാണ്. അപ്പോൾ അത് ഉണ്ടാക്കണം. അതിന് മണ്ണ് വളമൊക്കെ ഇട്ടുകാണ്ട് തോലൊക്കെ വെച്ചുകാണ്ട് ഇത് ചെറിയ ചേമ്പിൻ്റെതാണ്. ചെറിയ ചേമ്പ് വിത്ത്. പിന്നെ ഇത് കുറച്ച് ഇഞ്ചി അവിടെ നട്ടു. അതിനും ഇതൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പയർ വിത്തുണ്ട്. ഇതില്ല. അതിന് ഈ വളമി മണ്ണൊക്കെ ഇട്ടാൽ പയറിൻ്റെ വിത്ത് പാകിയതുണ്ടാവും. പിന്നെ വഴുതനങ്ങയാണ്. ഇത് കുടുംബശ്രീന്ന് കിട്ടിയ തൈയാണ്. മനസ്സിലായോ? പിന്നെ ഇപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ കറിവേപ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുമ്പളങ്ങ വള്ളിയാണിത്. ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ കുടുംബശ്രീത്തെ മുളകാണ്. ഇതൊരുപാട് മുളക് ഉണ്ടായി. ഇതൊക്കെ തന്നെ അത് വേറെ തൈയാണ്. ചുവപ്പ് പൊട്ടി പോയിക്കണേ.
പഴുത്ത് പൊട്ടിയതാണത്. ഇത് നമ്മൾ കൃഷിഭവനിന്ന് മാവിൻ്റെ തൈ കൊടുന്നത്. ഇതെന്താ കുരുമുളകോ? ആ കുരുമുളകാണ്. അത് ഞാൻ കുരുമുളക് കൊടുന്ന് നട്ടതാണ്. കുരുമുളക് വള്ളിമന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മളൊന്ന് പരീക്ഷണം നടത്തുകയാണ്. ഉണ്ടോ നോക്കട്ടെ. ഉണ്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊന്നും പറിച്ചാൽ സമയത്തില്ലേ? പറിച്ചട്ടെ. ഇങ്ങോട്ട് വാ. ഇതും പറിക്കാനായിട്ട്. ഇപ്പം നമ്മൾ നട്ട് വളർത്തിയാൽ എന്താണെന്ന് നമുക്ക് പച്ചക്കറി, നല്ല പച്ചക്കറി തിന്നാം. കാരണം അതായിട്ടില്ല. അത് നാളെ മറ്റന്നാളൊക്കെ ഇതായിരിക്കും. ഇപ്പം നമ്മളെല്ലാവരും വീട്ടിൽ ഒരു വഴുതനങ്ങ, ഒരു മുരിങ്ങ മരം, ഒരു മുളക് മരം, അതൊക്കെ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. കാരണം എന്താണോ, മുളക് ഇതൊക്കെ ഈ മുളകൊക്കെ ഇട്ടുകൊണ്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. രുചിയോ എന്താണോ ഈ ഇതൊക്കെ അല്ലേ, ഈ വഴുതനങ്ങയൊക്കെ നമ്മൾ ഇതിൽ എന്ത് വളം എന്താ ഇടുന്നോ, ഈ ആട്ടിൻ്റെ പൊടി, പിന്നെ കോഴിക്കാട്ടം, അതിലൊരു എന്താണ് പിന്നെ വളപ്പൊടി, ഒരു ദിവസം കൊണ്ട് തന്നെ വളപ്പൊടി നമുക്കാണെങ്കിൽ അവിടെ കൊണ്ടുപോയി വളപ്പൊടി ഇങ്ങോട്ട് വാ. നമുക്കാകെ കുറച്ച് സ്ഥലമുള്ളൂ. എന്നാലും ഞാനെന്ത് ചെയ്യുന്നു ജോജോ, ഇങ്ങനത്തെ പെട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കണം. അതിൽ വെച്ചിട്ട് വളപ്പൊടി ഇതൊക്കെ ഇട്ടുങ്ങാണ്ട്. ഇതൊരു മാവിൻ്റെ തൈ വാങ്ങിക്കൊടുന്നതാണ്. സപ്പോർട്ടിൻ്റെ കാര്യമല്ല. ഇതിന് എത്രയാണോ, ഇതിന് 300 രൂപേൻ്റെ അടുത്തുണ്ട്. നല്ല വാസന ഉണ്ട്. 3 കൊല്ലം കഴിഞ്ഞാൽ അത് കായ്ച്ചും പറഞ്ഞതാണ്. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 1 കൊല്ലം കൂടി അടുത്ത കൊല്ലം കായ്ക്കുന്നതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഇതാണ്, ഇത് കൃഷിഭവനിൽ കൊടുന്ന പ്ലാവിൻ്റെ തൈയാണ്. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 കൊല്ലമായി. അങ്ങനെ ഇവിടെ ഒരു ഇതാണ് കറുത്ത. ഇത് ചെനച്ച് വരുന്നുണ്ട്. ഞാൻ പൈക്കാനയക്കണം. അപ്പോൾ ഇത് പറിച്ച് വെച്ചാൽ കുഴപ്പമില്ല. അത് പറിച്ച് വെക്കാം നമുക്ക്. കാരണം ഇത് കാക്കാൾ കൊത്തിയാൽ പിന്നെ നമുക്ക് തിന്നാൻ പറ്റില്ല. അതിലൊരു ഇതൊക്കെ ഇത് നമുക്ക് ഇത് ഞാൻ ഉപ്പേരി വെക്കാൻ പറ്റില്ല. ഇതൊക്കെ പഴുക്കാനയക്കണം. ഇവിടുത്തത് നമുക്ക് വലുതായി ഉപ്പേരി വെക്കാം. ഓക്കെ, നീണ്ടൊരു ഇതില്ലേ നല്ലോണം കായ്ക്കണൊരു. പിന്നെ ഇത് മാന്തോളി നാരങ്ങൻ്റെ കുരു കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. മുള്ളില്ല മാന്തോളി നാരങ്ങ. പിന്നെ ചീനാപ്പറങ്കി ഉണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. ചമ്മന്തി അരക്കാതൊക്കെ നല്ല ഇതുണ്ടാക്കും. അപ്പം നമുക്ക് പീടിയെന്ന് വളമിട്ട സാധനം, മരുന്നടിച്ച സാധനമൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഹെൽത്തി ഫുഡാണ് നമ്മൾ കഴിക്കണത്. കാരണം ഇത് മുരിങ്ങ, ഞാൻ മുരിങ്ങ വെട്ടുമ്പോൾ ഇങ്ങനെ വെച്ചതാണ്. ആവശ്യക്കാർക്ക് ഞാൻ കുഴിച്ചിടാൻ കൊടുക്കും. കായ്ച്ചണ മുരിങ്ങയാണ്. ഇത് നാരങ്ങ, ഇത് മാന്തോളി നാരങ്ങയാണ്. ഇതങ്ങനെ വെച്ചതാണ്. ഇതൊക്കെ മേലക്ക് വലിയ മരമായി. വലിയ മരമായിക്കണേ. പിന്നെ പറഞ്ഞാൽ ഇത് ഇതൊക്കെ ഇതിനെ വേണ്ട റംബുട്ടാനല്ലേ. ഇത്ര എളുപ്പം വീഡിയോ ഇനിയും വരും. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. ഇന്ന് കിട്ടിയ പയറും വഴുതനങ്ങയും കറുത്തൊക്കെ ഇതാട്ടോ.